guys, welcome to our channel or welcome back to our channel. I hope you guys are doing well and staying safe. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഡേ ആണെങ്കിൽ സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മെൻസിൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാമോന്ന്. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ആ വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ മെൻസിനും വുമൻസിൻ്റെ അതേ സ്കിൻ കെയർ റൂട്ടീനാണ്, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം നമ്മുടെ പൈസ ഒന്നും മുടക്കാണ്ടുള്ള സീറോ കോസ്റ്റുള്ള സ്കിൻ കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഓർക്കുന്ന ആ ചേട്ടൻ ഈ വീഡിയോ കാണുമെന്ന് ഐഡിയ മറന്നുപോയി, ഓർത്ത് വെച്ചാൽ മറന്നുപോയി ഗൈസ്. സോ കുറേ പേരും സ്കിൻ കെയർ അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരായിരിക്കും. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുന്നതായിരിക്കും ചിലവർക്ക് കംഫർട്ടബിൾ. ചിലവർക്കാണെങ്കിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് നല്ല ഹൈജീനിക് ആയിട്ട് ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകണം എന്നുള്ളവരും ഉണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കറക്റ്റായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്ത് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതും. ഓക്കെ, ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞാൽ എന്തായാലും സീറോ കോസ്റ്റിൽ എങ്ങനെ സ്കിൻ കെയർ ചെയ്യണം, ഈ സ്കിൻ കെയറിലൊന്നും താല്പര്യമില്ലാത്തവർ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളാണെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. കാരണം നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, അല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്, ബ്രാൻഡഡ് പ്രോഡക്റ്റാന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്താലും നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പണി കിട്ടും. ഒരുവാണേലും എന്താണേലും നമുക്കത് രൂക്ഷമായിട്ട് വരും. അതുകൊണ്ട് സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷോ ക്ലെൻസറോ വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടിയൊക്കെ മുഖത്തോട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് പിടിച്ച് ഒതുക്കി വെക്കുക. പിന്നെ ഫേസിൽ വെറുതെ തൊടുക, കുരുവിലൊക്കെ ഒന്ന് തൊടുക, അങ്ങനെ ഒന്നും ചെയ്യാണ്ട് കിടക്കുക. കിടക്കുമ്പോൾ നമ്മൾ സ്റ്റഡി ആയിട്ട് നേരെ കിടക്കുക, ചരിഞ്ഞ് തലാണയിൽ മുഖം വെച്ച് കിടക്കാണ്ട് ഇരിക്കുക. അങ്ങനെ കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ഫുൾ ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഫേസിൻ്റെ അവിടെ ഇവിടെ മൂക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓയിലി ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. പിന്നെ ഫേസ് നല്ലൊന്ന് പൊരിഞ്ഞിളകിയിരിക്കുക, നല്ല ഡ്രൈ ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഇനി ഫേസിന് ഒരു പ്രോബ്ലം ഇല്ല, പഴയ പോലെ നോർമൽ ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ ടൈപ്പ് ആയിരിക്കും. ഇനി ഈ സെൻസിറ്റീവ് ആണെങ്കിലും ആക്നെ പ്രോൺ ആണെങ്കിലും ഈ 4 സ്കിൻ ടൈപ്പിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഡ്രൈ സ്കിൻ ടൈപ്പിനകത്തോട്ട് വരുന്നതായിരിക്കും സെൻസിറ്റീവ് അല്ലെങ്കിൽ ആക്നെ പ്രോണും, അല്ലാണ്ട് അത് പ്രത്യേക ഒരു സ്കിൻ ടൈപ്പ് അല്ല. സോ ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ ഇനി നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ അത് ഫോളോ ചെയ്യാം. അല്ലാണ്ട് ഇന്ന് ചെയ്തു ഇനി നാളെ ചെയ്യാൻ മടിയ അങ്ങനെ വെച്ചിട്ട് കളയാണ്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ 2 ദിവസം ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് ഇത് ശരിയാവത്തില്ല എന്നൊന്നും വെക്കല്ല. നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കറക്റ്റ് നല്ലൊരു ക്ഷമ വേണം. നല്ല റിസൾട്ടൊക്കെ കിട്ടാൻ ഒരു 5-6 മാസമൊക്കെ എടുക്കും. നമ്മൾ കറക്റ്റായിട്ട് നല്ല കോൺസിക്വൻസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂ. സോ ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ക്ഷമിച്ചിട്ടൊക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണം. നമ്മുടെ സ്കിൻ കെയർ അനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ടബിൾ ആണോ, നെക്കിലോ അങ്ങനെ വല്ലതും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു സെറം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് നെക്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ നെക്കിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അത് കാരണം എന്തെങ്കിലും ഇറിറ്റേഷൻ വല്ലതും ആണോ എന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇത് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും കുറച്ചുകൂടെ ഈ ഇറിറ്റേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത. കാരണം സെൻസിറ്റീവ് സ്കിന്നിലാകുമ്പോൾ എന്ത് നമ്മൾ യൂസ് ചെയ്താലും അപ്പോൾ റിയാക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ഇറിറ്റേഷനോ കുരുക്കളോ ഒക്കെ വരും. സോ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ സ്കിന്നനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് മേടിക്കുക. കാരണം നമ്മുടെ ഏത് സ്കിൻ ടൈപ്പ് ആണെന്ന് പറഞ്ഞ് യൂസ് ചെയ്താലും സെൻസിറ്റീവ് സ്കിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഇറിറ്റേഷൻ വരും. സോ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻസിൽ ഫോളോ ചെയ്യേണ്ടത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ തുടക്കത്തിൽ ഫോളോ ചെയ്താൽ മതി. ഇനി അത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, സെറംസ് യൂസ് ചെയ്യേണ്ട പോലെ പ്രോബ്ലംസ് ആക്നെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെറം ആണെങ്കിലും വേറെ പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ,
ഓക്കെ, നമ്മൾ ഫേസ് വാഷ് ആണെങ്കിൽ നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് രാവിലെ യൂസ് ചെയ്യുക, അല്ലാണ്ട് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഡബിൾ ക്ലെൻസിങ് നമുക്ക് നൈറ്റിൽ ചെയ്യാം. അല്ലാത്ത സ്കിൻ ടൈപ്പുകാരങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഭയങ്കര ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുള്ളവർക്ക്. ഓക്കെ, പിന്നെ ഇനി ഫേസ് വാഷ് സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ സംഭവം കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും അടിപൊളി ഫേസ് വാഷ് ആണ്. പിന്നെ അടുത്താണ് നമ്മുടെ ഡെർമാക്കോയുടെ 2% നൈനാസിനാമൈഡ് ഫേസ് വാഷ്. അത് അടിപൊളിയാണ്, അഫോർഡബിളും ആണ്. നമുക്കൊരു 200 റേഞ്ചിൽ ഈ ഒരു ഫേസ് വാഷ് കിട്ടും. ഓക്കെ, പിന്നെ അടുത്താണ് സിമ്പിളിൻ്റെ റിഫ്രഷിങ് ഫേസ് വാഷ്. ഇത് നമ്മുടെ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിളും ആണ്. അതേപോലെ തന്നെ 160 ആ ഒരു റേഞ്ചിൽ ഇത് ആമസോണിലാണേലും ഒക്കെ കിട്ടും. ഓക്കെ, ഈ ഒരു 3 ഫേസ് വാഷ് മതിയായിരിക്കും നിങ്ങളുടെ ഒരു ഫേസിന്. അത്യാവശ്യം ഓൾ സ്കിൻ ടൈപ്പിനൊക്കെ സ്യൂട്ടബിൾ ആണ്. പിന്നെ ആക്നെ പ്രോൺ ആണെങ്കിലും ഡെർമാക്കോയുടെ 2% നൈനാസിനാമൈഡ് ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത വന്നിട്ടാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ നമ്മൾ നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് ഫേസിലൊരു വെള്ളം നനവുള്ള ഫേസിലോട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് ഫേസ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇനി മോയ്സ്ചറൈസർ വന്നിട്ട് നമ്മുടെ ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് സിമ്പിളിൻ്റെ ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ. ഓക്കെ, പിന്നെ അടുത്ത വന്നിട്ടാണ് ഇനി ഒരു ഓയിലി സ്കിൻ ടൈപ്പ്, ഭയങ്കര ഓയിലി സ്കിൻ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഡോട്ട് ആൻഡ് ഗിയുടെ 72 hours ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് വന്നിട്ട് നല്ലൊരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ ആക്നെ മോയ്സ്റ്റ് എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് വരുമ്പോൾ നമുക്ക് ആമസോണിലും കിട്ടും, അതേപോലെ തന്നെ മെഡിക്കൽ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നിങ്ങളുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആക്കണം, അല്ലെങ്കിൽ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ സ്കിൻ ബ്രൈറ്റൺ ആക്കണം എന്ന് വേണ്ടിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തപ്പുന്നെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് ഗിയുടെ വൈറ്റമിൻ C+E മോയ്സ്ചറൈസേഴ്സ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത് വന്നിട്ടാണ് സൺസ്ക്രീൻ. നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാണ്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് സൺസ്ക്രീൻ വന്നിട്ട്. നമ്മൾ വേറെ എന്തൊക്കെ ഒഴിവാക്കിയാലും സൺസ്ക്രീൻ ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നമാണ് കുരു വരിക, സ്കിന്ന് ഡാർക്ക് ആക്കുക, അല്ലെങ്കിൽ നല്ല സ്വെറ്റായിട്ട് വിയർത്തൊലിക്കുക, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ സ്കിൻ കെയർ കൂടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ യൂസ് ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ഒക്കെ ഭയങ്കര ഡാർക്ക് ആക്കുക. അപ്പം നമ്മൾ ചിന്തിക്കും എന്തിനാ സ്കിൻ കെയർ ചെയ്യുന്നത്, തെറ്റിപ്പോന്നല്ല, എന്തിനാ സ്കിൻ കെയർ ചെയ്യുന്നത്, പഴയതല്ലായിരുന്നു നല്ലതെന്ന്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടർ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്വെറ്റ് റെസിസ്റ്റൻറ്റ്, പിന്നെ UVA UVB പ്രൊട്ടക്ഷൻ, PA+++, SPF 50ക്ക് മേലെയുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒന്നും വരത്തില്ല. അതേപോലെ തന്നെ ഭയങ്കര ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാതെ നല്ല ലൈറ്റ് ക്രീമി കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് സൺസ്ക്രീൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ ഈ സ്വെറ്റ് ആവോ അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അടുത്ത വന്നിട്ടാണ് നമ്മുടെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ. ഇത് വന്നിട്ട് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ, ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓൾ സ്കിൻ ടൈപ്പിനും എല്ലാം സ്യൂട്ടബിൾ ആണ്. പിന്നെ അടുത്ത വന്നിട്ടാണ് ഇനി ഒരു ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പിനാണെങ്കിൽ ആക്നെ UV ഫിക്സ്ഡാമയുടെ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം. ഇത് വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്, അതേപോലെ നമ്മുടെ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണ്, പർപ്പിളിലാണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ അടുത്ത് വന്നിട്ടാണ് സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്യാൻ വയ്യ, ജസ്റ്റ് സ്പ്രേ അടിക്കാനാണെങ്കിൽ ഓക്കെ എന്നുണ്ടെങ്കിൽ സൺസ്കൂപ്പിൻ്റെയോ അല്ലെങ്കിൽ അക്വാലോജിക്കയുടെയോ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം കേട്ടോ. സ്പ്രേ ചെയ്യുന്നത് നമ്മൾ റീഅപ്ലൈ ചെയ്യാൻ 4 hours കഴിഞ്ഞ് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രേ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. സ്പ്രേ ആണെങ്കിലും സൺസ്ക്രീൻ സ്റ്റിക്ക് ആണെങ്കിലും യൂസ് ചെയ്യുന്നത്. ഇനി ഒട്ടും വയ്യ, എനിക്ക് സൺസ്ക്രീൻ ഒന്ന് അപ്ലൈ ചെയ്യാൻ 3 fingers വെച്ചൊന്ന് അപ്ലൈ ചെയ്യാൻ വയ്യ എന്നുള്ളവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിലും നമ്മുടെ ഡെർമാക്കോയുടെ 1% ഹൈലറോണിക് സൺസ്ക്രീൻസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത് വന്നിട്ടാണ് സാധാരണ ബോയ്സിനാണ് ഈ പ്രശ്നം കൂടുതലായിട്ടുള്ളത്. നമ്മുടെ ഓപ്പൺ പോർസ്, നമ്മുടെ ഈ കവിളത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി പോലെ ഓപ്പൺ പോർസ് വരും.
ഗേൾസിനേക്കാൾ കൂടുതൽ ബോയ്സിലാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഓയിലി സ്കിൻ്റെ ആണെങ്കിൽ വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഓപ്പൺ പോർസും കൂടിക്കൊണ്ടിരിക്കും, അതായത് വലുതായിക്കൊണ്ടിരിക്കും. സോ അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ ചിലവർക്ക് 2 months കൊണ്ട് റെഡിയാവും, ചിലവർക്ക് 1 year ഒക്കെ എടുക്കും. സോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ആ കൂടെ ഉള്ള കാര്യം. ഓക്കെ, സോ അത് ശ്രദ്ധിച്ചിട്ട് മാത്രം ഇത് മേടിച്ചിട്ട് യൂസ് ആക്കുക. ഫസ്റ്റ് വരുമ്പോൾ പ്ലമ്മിൻ്റെ 5% നൈനാസിനാമൈഡ് സെറംസ് യൂസ് ചെയ്യുക. അത് ഫസ്റ്റ് 1 week രാവിലെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് 1 weekന് ശേഷം രാവിലെയും രാത്രിയിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത വരുമ്പോഴാണ് ഓർഡിനറിയുടെ 10% സെറം. ഇത് വരുമ്പോൾ നമ്മുടെ നൈനാസിനാമൈഡിൻ്റെ പ്ലമ്മിൻ്റെ നൈനാസിനാമൈഡ് സെറം യൂസ് ചെയ്ത് 1 month കഴിഞ്ഞതിന് ശേഷം ഓർഡിനറിയുടെ സെറം കൂടെ യൂസ് ചെയ്യാം. കറക്റ്റായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. കുറച്ച് ക്ഷമയൊക്കെ വേണം, കാരണം നമ്മുടെ ആവശ്യമാണല്ലോ. അല്ലാണ്ട് 2 ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് കളയല്ല്, എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. കറക്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ ഓപ്പൺ പോർസ് ഒക്കെ ഒന്ന് മിനിമൈസ് ആവും. ഇത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ല, അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീനും മിസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് 0 കോസ്റ്റിൽ നമുക്ക് സ്കിൻ കെയർ ചെയ്യാന്നുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് പ്രോഡക്റ്റ്സ് ഒന്നും മേടിച്ച് യൂസ് ചെയ്യാൻ വയ്യ, എനിക്ക് പൈസ ഒന്നും കളയാൻ താല്പര്യമില്ല സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇനി സ്കിൻ കെയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോജനപ്പെടുത്തത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിന് മുമ്പ് പല്ല് തേക്കുക. അത് രാവിലെ ആണെങ്കിലും രാത്രിയിലാണെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് പല്ല് തേക്കുക. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് പല്ല് തേക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ആയിട്ട് ചുറ്റിനും ഒക്കെ കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ അടുത്ത് വന്നിട്ടാണ് നമ്മൾ ഒരിക്കലും തലയണയിൽ തല വെച്ചിട്ട്, അതായത് കവിൾ ഈ ഒരു ഭാഗം ഇങ്ങനെ തലയണയിൽ വെച്ചിട്ട് മുഖം വെച്ചിട്ട് കിടക്കാൻ പാടില്ല. കാരണം നമ്മുടെ തലയണയിൽ നന്നായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ മുഖത്ത്. അപ്പം നമുക്ക് ഫേസിൽ നല്ല കുരുക്കളും അങ്ങനെയുള്ളതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ തലയണ കവറാണെങ്കിൽ ഒരു വീക്കിൽ ഒരു 2-3 ദിവസം കൂടിയിരിക്കുമ്പോൾ മാറ്റുക, അല്ലെങ്കിൽ നല്ല ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ വരും. കാരണം നമ്മൾ ഈ മുടി തലയണ വെച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ മുടിയിലുള്ള ഡാൻഡ്രഫ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാം നമ്മുടെ തലയാണയിലും അതേപോലെ ഓയിലൊക്കെ ആണെങ്കിലും. സോ അങ്ങനെ നമ്മൾ തല വെച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഫേസിലും അതിൻ്റെ ഒരു എഫക്റ്റ് വരും ഗൈസ്. സോ അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത വന്നിട്ടാണ് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ കറക്റ്റ് ടൈമിൽ കിടന്ന് ഉറങ്ങുക, സ്ലീപ്പ്. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മൾ എന്നും കറക്റ്റ് ടൈമിൽ തന്നെ കിടക്കുക. പിന്നെ ഫുഡ് നമ്മുടെ കറക്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക. അപ്പം നമ്മുടെ ആ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഫേസിലോട്ട് അടിക്കും. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ഫേസ് നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയറിനാണെങ്കിലും എല്ലാം ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഓക്കെ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വന്നിട്ടാണ് ബോയ്സ് ആണെങ്കിൽ ഒരിക്കലും ടർമറിക് കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ ടർമറിക് അതായത് മഞ്ഞൾ ഫേസിലിടുക അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. കാരണം നമുക്ക് തടി മിശ അങ്ങനെയൊക്കെയുള്ള വരാതിരിക്കും. ഹെയർ ഗ്രോത്ത് കുറയ്ക്കാനുള്ള സാധനമാണ് ഈ ടർമറിക് എന്നുള്ളത്. സോ അത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. കറക്റ്റായിട്ട് സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ, ബൈ.